ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ നോർമലായിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ ഇതിൽ കുറച്ചൊരു മസാലയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇത് നോർമലായിട്ട് നമുക്ക് ചപ്പാത്തി, പൂരി, അതുമാതിരി ചോറ് എല്ലാത്തിനും പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 അയില എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിന് നന്നായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈൻ ഇടാൻ കാരണം നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുമാതിരി ചെയ്യുന്നത്. ഇതിനൊന്നിച്ച് ഇതിന് ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളി ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 4 അയിലക്ക് 8 ചെറിയുള്ളി എടുത്തിന്, 4 വെളുത്തുള്ളി, 4 കഷ്ണം ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവുവാണെങ്കിൽ 2-3 വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 വിധത്തിൽ ചില്ലി പൗഡർ എടുത്തിന്. ഒന്ന് നോർമൽ ചില്ലി പൗഡറും ഒന്ന് കാശ്മീരി ചില്ലി പൗഡറും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നോർമൽ ചില്ലി പൗഡർ തന്നെ 2 ടീസ്പൂൺ എടുത്താൽ മതി. ഞാനിതിപ്പോൾ ഓരോ ടീസ്പൂണായിട്ടാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഒന്നിച്ച് കുറച്ച് ലൈം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കും. ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ എടുത്ത് വെച്ച ഫിഷ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ മസാല പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുമാതിരി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ച ഫിഷ് വെക്കാം. ഫസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഫിഷിനെ പിടിക്കാൻ ആവശ്യമില്ലാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ച് ലൈം ജ്യൂസ്, ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഞാനിവിടെ എടുത്തിന്. അതിൻ്റെ പകുതി ഇതിൽ ചേർത്ത് കൊടുക്കണം. പകുതി നമ്മൾ ബാക്കി ഉള്ളിയെല്ലാം അരച്ചെടുക്കുമ്പോൾ ചേർത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫിഷ് നല്ല ഒരു വെളുത്ത കളറിൽ തന്നെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതിൻ്റെ ഒന്നിച്ച് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അരമണിക്കൂർ മാറ്റി വെക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനൊന്നിച്ച് 4 വെളുത്തുള്ളി, അതുമാതിരി 4 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതുകൂടാണ്ട് നമ്മൾക്ക് ഇതിൽ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ പകുതിയെല്ലാം നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടീൻ്റെ പകുതിയെല്ലാം ഫിഷിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തതിൽ പകുതി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി ഓൾറെഡി നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർത്തിന്. അപ്പോൾ ബാക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ. ഇത് നല്ല എരിവുള്ള ചില്ലി പൗഡറാണ്. അതിനൊന്നിച്ച് നമ്മൾ ഫസ്റ്റിൽ മാറ്റി വെച്ച കാശ്മീരി ചില്ലി പൗഡർ പകുതി ഇതിലുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉണ്ട്, അത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് നമ്മൾ ലൈം ജ്യൂസ് എടുത്ത് വെച്ചിന് അതിൻ്റെ പകുതി എവിടെയുണ്ട് അതും ചേർത്ത് കൊടുക്കുക. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇതിൽ പെരിഞ്ചീരകം അല്ലെങ്കിൽ നോർമൽ ജീരകം അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാൻ നോർമലായിട്ട് ചേർക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ എക്സ്ട്രാ മുന്നിട്ട് നിൽക്കുന്ന മാതിരി തോന്നും. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്താൽ എനിക്കത്ര ഇഷ്ടമല്ല അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ നോർമലായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ നന്നായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്കിത് ഇതുമാതിരി അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ മസാല അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മസാല മീനിൽ പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. ഈ സമയം നമ്മളിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിതിപ്പോൾ വേണമെങ്കിൽ അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അതുമാതിരി ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുമാതിരി മിക്സ് ചെയ്യുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ അരച്ച മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, ഈ ഒരു രീതിയിലാണ് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റം വരുത്താം. ഞാനിതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലൈനിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം വരുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് പിടിച്ച് കിട്ടുക. ഓരോ ലൈൻ ഇട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ ഇതുമാതിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ മിനിമം ഒരു അരമണിക്കൂറങ്ങ് വെക്കണം. എന്നാലും നന്നായിട്ട് പിടിച്ച് കിട്ടുക. അല്ലെങ്കിൽ അതിൽ ഉപ്പൊന്നും പിടിക്കാത്ത മാതിരി ഉണ്ടാവും. ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നോർമലായിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വൈഡായിട്ടുള്ള പാൻ തന്നെ വെച്ചിന്.
അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഓരോ ഫിഷായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ 2 എണ്ണം മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലെല്ലാം വെച്ച് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ മസാലയും കരിയും, അതേമാതിരി ഫിഷ് നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പം നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഒരു നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ ആയിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് മറിച്ചിടാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ ഇതുമാതിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. നമ്മൾ ഓയിൽ കുറവ് അതേമാതിരി ഫ്രൈ ചെയ്തെടുത്താൽ അത്ര നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരില്ല. ഇത് കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 വശം ഞാൻ 2 പ്രാവശ്യമായിട്ട് മറിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിന്. അതുകൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടെ വിതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിൽ കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അയില ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതുമാതിരി സ്റ്റാർട്ടർ മാതിരി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.